ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ലേ? അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ നല്ല തിരക്കുള്ളൊരു ദിവസം തന്നെയാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ചേട്ടൻ കാട് വെട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കാട് വെട്ടിലൊക്കെ ഒരു സൈഡിൽ നന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇപ്പോൾ വെട്ടി കഴിഞ്ഞാൽ അപ്പോൾ നോക്കി വെട്ടിയിട്ടുള്ള ഏരിയ അത്രയും നല്ല ക്ലിയർ ആയിട്ടാണല്ലോ വെട്ടി പോയിട്ടുള്ളത്. അപ്പോൾ നോക്കി ആ ഒരു നല്ല രീതി തന്നെ ഇപ്പോൾ കാട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു കാട് മൊത്തത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ നേരത്തെ വെച്ച് കൊടുത്തുള്ള ഒരു തയ്യലാട്ടോ, അതായത് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല. എന്തായാലും ഏലമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കയറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഏലത്തിൻ്റെ ഇടയിൽ നമ്മൾ ഇടവിള കൃഷിയായിട്ട് മെയിനായിട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ചോളവും അതേപോലെ തന്നെ കുറ്റിപ്പാരൊക്കെ അടപ്പതാ. ചോളമൊക്കെ നോക്കിയപ്പോൾ നമുക്കിത് മൂത്തിട്ടില്ല. എന്തായാലും ഒരാഴ്ച കഴിയുമ്പോഴത്തേനും നമുക്ക് ഒടിക്കാൻ പാകത്തിന് മൂപ്പാവും. അപ്പോൾ എന്തായാലും എല്ലാത്തിലും നല്ല രീതിയിൽ ചോളമൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഏലത്തിൻ്റെ ഇടയിലൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ഇടവിള കൃഷി തന്നെയാണ്. അതുപോലത്തെ ചോള അതുപോലെ തന്നെ കുറ്റിപ്പാരൊക്കെ എടുത്ത് ഇപ്പോൾ നമ്മൾ വെച്ച് കൊടുത്തുള്ള തയ്യേലത്തിൻ്റെ ഇടയിൽ കൂടി അവിടെ ചെയ്തുള്ളൂ. ഒരുപാട് നാളായിട്ടുള്ള ഏലത്തിൻ്റെ ഇടയിലും നമുക്ക് ഇതുപോലെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ. പിന്നെ അത് അത്യാവശ്യം നല്ല രീതി തന്നെ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ ചിമ്പൊക്കെ പൊട്ടി നല്ല രീതി തന്നെ വളർന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇപ്പം നമുക്ക് കറക്റ്റ് വരുവാ കേട്ടോ. ചോളമൊക്കെ നോക്കി ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന കാരണം അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. അതേപോലെ തന്നെ മഴ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പെയ്യാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ആ ഒരു സൗണ്ട് നമ്മുടെ കാട് വെട്ടുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ചേട്ടൻ കാട് വെട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു ഏരിയക്ക് കാട് വെട്ടി പോയിരിക്കണം. അപ്പോൾ നമ്മൾ മിഷ്യൻ കാടാട്ടോ വെട്ടുന്നത്. അപ്പോൾ മിഷ്യൻ കാട് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു പരിപാടി തീരട്ടോ. അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ എല്ലാ ഏരിയയും നന്നായിട്ട് തന്നെ തീർത്ത് വെട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഏലത്തിൻ്റെ ഇടയിലൊക്കെ കേട്ടോ മെയിനായിട്ട് നമ്മളിന്ന് കാട് വെട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഇവിടെയൊക്കെ ചെയ്തു കൊടുത്തുള്ള ആ ഒരു കുറ്റിപ്പാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കുറ്റിപ്പാറൊക്കെ നമ്മൾ ഇന്നത്തെ എല്ലാം വെട്ടി നമ്മുടെ ആ ഒരു ഏലത്തിൻ്റെയൊക്കെ ചുവട്ടിലേക്ക് ഇടാൻ വേണ്ടി പോകട്ടോ. അപ്പോൾ എന്തായാലും കുറ്റിപ്പാറിലുള്ള ആ ഒരു പയർ വിളവെടുപ്പാട്ടൊന്ന്, കാരണം ഏത് നിമിഷം വേണമെങ്കിലും ഈ ഒരു ഏരിയയിലേക്ക് എത്താം. അപ്പോൾ എന്തായാലും പെട്ടെന്ന് നമുക്ക് പയറൊക്കെ ഒന്ന് പറിച്ചെടുക്കണം. കുറച്ച് നേരമായിട്ട് ഞാനിപ്പോൾ തുടങ്ങിയിട്ട് അപ്പോൾ വീഡിയോ എടുക്കാൻ നിന്നില്ല. കാരണം പറഞ്ഞില്ല വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പണിയൊക്കെ അവിടെ പെൻഡിങ് ആവുകൊണ്ട് ഞാൻ എന്തായാലും കുറച്ചൊക്കെ പറിച്ച് കഴിഞ്ഞു. എന്നാലും ഇനിയും ഒരുപാടുണ്ട് പറിക്കാൻ വേണ്ടി. അപ്പോൾ നോക്കിയതിപ്പോൾ ഈ കുറച്ച് നേരം കൊണ്ട് പറിച്ചതാട്ടോ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് നമുക്ക് പയറാവുന്നുണ്ട്. കാരണം അത്യാവശ്യം നല്ല രീതി തന്നെ നമ്മുടെ കുറ്റിപ്പാരായാലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നോക്കിയതാ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ചൂട്ട് തന്നെ ഇപ്പോൾ നമുക്കൊരു 2-3 ചോടൊക്കെ പറിക്കുമ്പോഴത്തേനും അത്യാവശ്യം നല്ല രീതിയിൽ പയറാവട്ടോ. കാരണം ഇത്രയും പയറുന്നുണ്ടാവും നമ്മൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ നമ്മൾ ഇതുപോലെ ചോളം അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വിളകളൊക്കെ നട്ടു കൊടുക്കണമെങ്കിൽ, പ്രത്യേകിച്ച് ഇതുപോലത്തെ കുറ്റിപ്പാരൊക്കെ നട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള കുറ്റിപ്പാരം കിട്ടും. അതേപോലെ തന്നെ കാട് വരുന്നതാട്ടോ നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ ഇടയിലുള്ള ഒരു കാടൊക്കെ നമ്മൾ പറിച്ച് മടുക്കൂട്ടോ. കാരണം നമ്മൾ സ്പ്രിംഗ്ലറും കൂടി വെക്കുന്നതുകൊണ്ട് കാടൊക്കെ എവിടെ നിന്നാണ് കയറുന്നത് പോലും നമുക്കറിയില്ല കേട്ടോ. കാരണം അത്രയും പെട്ടെന്നാട്ടോ കാടിങ്ങനെ വളം കൊടുത്തിട്ട് വളരില്ല. ആ ഒരു രീതിയിലാണ് നന്നായിട്ട് കാടിങ്ങനെ വളർന്ന് സ്പ്രെഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മെയിനായിട്ട് ആ ഒരു കാടിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറ്റിപ്പാരൊക്കെ ചെയ്ത് കൊടുത്തത്. എന്തായാലും കുറ്റിപ്പാര് നല്ല അടിപൊളി, എന്താ പറയുക, കാട് പോലെ അങ്ങ് കയറി തന്നെ പറയട്ടെ. അത്രത്തോളം നല്ല രീതി തന്നെ കുറ്റിപ്പാര് നമുക്ക് വിളവെടുക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് പേര് നമ്മുടെ ഇവിടെ നിന്ന് വന്നിട്ടായാലും പയറൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളായാൽ പോലും ഇവിടെ ഒരുപാട് വട്ടം നമ്മുടെ പയർ തോരനായിട്ട് പോകുമ്പോൾ തന്നെ പയറിൻ്റെ ഒരു മണി മാത്രം എടുത്ത് കുറ്റിപ്പാറാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് മൂത്ത് പോകുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മണികൾ മാത്രം എടുത്ത് നമ്മൾ കറിയൊക്കെ വെച്ചാലൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. നമ്മൾ ഈ പച്ചത്തോമരയൊക്കെ വെക്കില്ല, അതേപോലെ നമുക്ക് പച്ചപ്പയറിൻ്റെ ആ ഒരു മണി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കിടിലൻ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും വെക്കാതെ കൂടുതലാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് പയറൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ എന്തായാലും അങ്ങനെ കറിയായിട്ട് തോരനൊക്കെയായിട്ട് നമ്മൾ ഒരുപാട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും നമുക്ക് നല്ലൊരു വിളവെടുപ്പ് കേട്ടോ ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്നത്. കാരണം മഴ നമുക്കിനി പ്രതികൂലമാവോ അനുകൂലമാവോ ഒന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. എന്തായാലും മഴയുടെ വഴിക്കങ്ങ് പെയ്യട്ടെ. അതിന് മുന്നായിട്ട് നമുക്ക് എന്തായാലും നമുക്ക് ചെയ്യാനുള്ള പണികളൊക്കെ ഒന്ന് സ്പീഡിൽ തന്നെ ചെയ്ത് തീർക്കാം. പിന്നെ ഞാനിതാ രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഗംബൂട്ട് ഇട്ടിട്ടാട്ടോ ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ രാവിലെ ചെറുതായിട്ട് ചാറ്റിലുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ചാർട്ടൊന്നുമില്ല, എന്നാലും ഒരു മൂടലാട്ടോ. പെയ്യുമെന്നൊന്നും അറിയില്ല. എന്തായാലും പെയ്യാണെങ്കിൽ പെയ്യട്ടെ. അതേപോലെ തന്നെ മണ്ണായാലും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു ചെടികളൊക്കെ ആയാലും ഫുള്ള് നനഞ്ഞ് കുളിച്ചിരിക്കുക കേട്ടോ. കാരണം പറഞ്ഞാൽ ഒരു രാവിലത്തെ ഒരു മഞ്ഞ് വീഴ്ചയും, അതായത് പുലർച്ചെ ആകുമ്പോൾ തുടങ്ങുന്ന നല്ല രീതിയിൽ ഒരു മഞ്ഞ് വീഴ്ചയും അതേപോലെ തന്നെ രാവിലത്തെ ഒരു ചാറ്റിലൊക്കെ ആയിട്ട് നന്നായിട്ട് നനഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഗംബൂട്ട് ഇട്ടിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഗംബൂട്ട് ഇട്ടാലും നമുക്ക് വലിയൊരു ആശ്വാസമൊന്നും പറയാൻ വേണ്ടി പറ്റാട്ടോ. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ അട്ടയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവട്ടെ. കാരണം അട്ട എവിടെ നിന്നൊക്കെയാണ് വരുന്നത് പോലും അറിയാൻ വേണ്ടി പറ്റാട്ടോ. കാരണം അത്രത്തോളം അട്ട ഇപ്പോൾ നമ്മുടെ ഈ ഒരു പറമ്പിൻ്റെ ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും പ്രതിരോധിക്കാൻ വേണ്ടി എന്നാലും നമ്മളിപ്പോൾ ഗംബൂട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെറ്റോളൊക്കെ തേച്ചിട്ടാണ് വന്നിട്ടുള്ളത്. എന്നാലും നമുക്ക് ബാക്കിയുള്ള പയർ കൂടി ഒന്ന് പറിച്ചെടുക്കാം. അപ്പോൾ പയർ മാത്രമല്ല ഉള്ളൂ, ഇതിൻ്റെ ഇടയിൽ കൂടെ ആയിരുന്നു നമ്മുടെ കാപ്പിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചില പയറൊക്കെ നേരെ കയറുന്നത് നമ്മുടെ കാപ്പിയുടെ ആ ഒരു മേളിലേക്കൊക്കെ നല്ല ഹൈറ്റിലാട്ടോ കയറിയിട്ടുള്ളത്. നമ്മളിവിടെ കാട് വെട്ടുമ്പോൾ ചാട്ടി ഇട്ടിട്ടും വെട്ടാറുണ്ട്, അതേപോലെ തന്നെ ബ്ലേഡ് യൂസ് ചെയ്തിട്ടും വെട്ടാറുണ്ട്. ഇന്ന് എന്തായാലും ബ്ലേഡ് യൂസ് ചെയ്തിട്ടാണ് വെട്ടുന്നത്. നല്ല മൂശുള്ള ബ്ലേഡ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ എടുക്കുമ്പോഴത്തേനും അങ്ങനെ പെട്ടെന്ന് ആട്ടോ കട്ടായി പോകുന്നത്. അത്രയും സ്പീഡിലാണ് നമ്മുടെ ഓരോ ഏരിയ ഇങ്ങനെ നല്ല രീതി തന്നെ ക്ലിയർ ആയി പോകുന്നത്. എന്തായാലും കാടെല്ലാം വെട്ടിക്കഴിഞ്ഞാൽ കാണാൻ ഒരു ലുക്ക് തന്നെ ആയിരിക്കും. എന്തായാലും ഫൈനൽ ലുക്ക് എന്തായാലും ഞാൻ കാണിക്കാൻ പറ്റുവാണെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ ആഡ് ചെയ്യാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോയിലൂടെ കാണിക്കാം എന്തായാലും അപ്ഡേഷനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു കാപ്പിയുടെ മുകളിലേക്ക് കയറിയിട്ടുള്ള ആ ഒരു പയർ എല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കി ഇപ്പം തന്നെ നോക്കി നമ്മുടെ ആ ഒരു ബക്കറ്റിൻ്റെ ഏകദേശം ഒരു 3/4 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതി തന്നെ മൂത്ത പയർ അതുപോലെ തന്നെ പിഞ്ചു എല്ലാം ഞാനിപ്പോൾ
പറിച്ചെടുക്കുന്നുണ്ട്. സംഭവം പറഞ്ഞല്ല കേട്ടോ, നമ്മളിപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ അടിച്ച് കളയാനുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പയർ ഇനി കുറ്റിപ്പയർ ഇപ്പോൾ നിർത്തുന്നില്ല കേട്ടോ. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു വിളവും കിട്ടി. മാത്രമല്ല നന്നായിട്ട് ഞങ്ങൾ വളർന്ന് കയറി നമ്മുടെ ഏലത്തിൻ്റെ ഒരു ഇടയിലേക്ക് ഇങ്ങനെ ചുറ്റി പണഞ്ഞ് കയറാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഒരുപാട് അങ്ങനെ ഏലത്തിൻ്റെ ഇടയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പണിയാവും കേട്ടോ. കാരണം പിന്നെ ഒരു ഏലത്തിൻ്റെ വളർച്ചയെ മൊത്തത്തിൽ ബാധിക്കുന്നതുകൊണ്ട് തന്നെ ഇനി നമ്മൾ കൈയോടെ നീക്കം ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കിനി ഒരു കാടെല്ലാം വെട്ടിയതിന് ശേഷമേ നമുക്കിനി ഇതിലേക്കുള്ള വളപ്രയോഗങ്ങളായാലും ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ല നമ്മൾ ഈ ഒരു കാടെല്ലാം നിർത്തിയിട്ട് നമ്മൾ എന്തെങ്കിലും വളപ്രയോഗം ചെയ്താൽ പോലും അത് അത്രയും എഫക്റ്റീവായിട്ട് അതിൻ്റെ ചുവട്ടിലേക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി എല്ലാം ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം വേണം അടുത്ത് നമ്മുടെ ഓരോ പരിപാടിയായിട്ട് തുടങ്ങാൻ കേട്ടോ. അപ്പോൾ നോക്കി ചിലതൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്, അതായത് നന്നായിട്ട് ഉണങ്ങിയ സീഡുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഉണങ്ങിയതൊക്കെ നമുക്ക് ഒന്നുകൂടി വെയിലത്തിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആയിട്ട് ഒരു വെള്ളത്തിൻ്റെ അംശം മൊത്തമായിട്ടങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴാണ് നടന്ന് ആ ഒരു ടൈമിൽ നമുക്ക് നട്ടുകൊടുക്കാനും കൂടി പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ കുറച്ച് വിത്തുകൾ ഉണ്ട് എന്തായാലും ഇതിൻ്റെ ഇടയിൽ കൂടെ. എന്തായാലും ആ ഒരു വിത്തെല്ലാം നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് മൂത്തും പിഞ്ചും എല്ലാം അപ്പോൾ ഒരേ പക്കറ്റിൽ തന്നെ ആട്ടോ എടുത്തത്. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് വേണം ഇതിനെ വേർതിരിക്കാനൊക്കെ ആയിട്ട്. കാരണം ഒരുപാട് പിഞ്ചും അതുപോലെ തന്നെ മൂത്തതും പിന്നെ ഉണക്ക അങ്ങനെ 3-4 ഐറ്റമായിട്ട് നമുക്കിതിനെ തിരിക്കാണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് പിന്നെ ഒന്ന് ഫ്രീ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് പറിച്ച് തീർക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അങ്ങനെ വേർതിരിച്ച് ഇടാനുള്ള ഒരു ടൈമിലുണ്ട്. ഞാനിപ്പോൾ എല്ലാം പറിച്ച് ഒരേ ബക്കറ്റിൽ തന്നെ എന്നെ എടുത്തപ്പോൾ നോക്കി പെട്ടെന്ന് നിങ്ങൾ പറിക്കാൻ പോലും കിട്ടുന്നുണ്ട്. കാരണം ഒരുപാട് അങ്ങനെ ഹാർഡൊന്നും അല്ല കേട്ടോ. അതിൻ്റെ വള്ളിയൊക്കെ ആയാലും കാരണം ഒരുപാട് നാളൊന്നും ആയിട്ടില്ല ഈ ഒരു വള്ളിയൊക്കെ ഇട്ടിട്ടായാലും, പക്ഷേ ഒരുപാട് നാളത്തെ വളർച്ച അതിനുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ പറിക്കുന്ന ഈ ഒരു ഏരിയയുടെ ഇടയിൽ കൂടെയൊക്കെ കുറേ തൊട്ടാവാടിയുടെ മുള്ളുണ്ട്. അതായത് തൊട്ടാവാടിൻ്റെ 2 ഐറ്റം ഉണ്ടല്ലോ. അപ്പോൾ നോക്കി ആ ഒരു സംഭവം അതിൻ്റെ ദേഹത്തൊക്കെ കുത്തി വളയുന്നുണ്ട് കേട്ടോ. നോക്കി ഒരു ഷർട്ട് എടുക്കാമായിരുന്നു, പക്ഷെ ഞാൻ പെട്ടെന്നുള്ള ഒരു ഇതിൽ ഞാൻ അത് എടുത്തില്ല കേട്ടോ. എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിലേക്ക് വലിയുന്നതൊക്കെ കുറച്ച് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ കൂടെ ആണെങ്കിൽ കുറേ പൂമ്പാറ്റകളും കിളികളൊക്കെ പാറിപ്പറന്ന് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്ന മിക്കവാറും ഒരു കുഞ്ഞു ഒരുപാട് വെറൈറ്റി പൂമ്പാറ്റകളൊക്കെ ഉള്ളതുകൊണ്ട് പരാഗണമൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു ടൈമിലൊക്കെ അല്ലാതെ നമ്മുടെ പയറിൻ്റെ പൂ ഉണ്ടല്ലോ, അപ്പോൾ ഈ ഒരു പൂവൊക്കെ നന്നായിട്ട് പൂത്ത് വരുന്ന ഒരു ടൈമിൽ നല്ല രീതിയിൽ തേനീച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ആ ഒരു ടൈമിലാണ് നമ്മുടെ കാപ്പിയുടെ പൂക്കളൊക്കെ ആയാലും ഇവിടെ ഒരുപാട് കാപ്പി ചൂടുകളിലൊക്കെ നന്നായിട്ട് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തേൻ കുടിക്കാൻ വന്നിട്ടൊക്കെ ആയിട്ടും ഒരുപാട് തേനീച്ചകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല തേനീച്ചകളൊക്കെ നമ്മുടെ ഇതുപോലത്തെ കൃഷിയിടങ്ങളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പരാഗണമൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കണം. അപ്പോൾ നമുക്ക് അതിലൂടെ നമ്മൾ ഏത് കൃഷിയാണോ ചെയ്യുന്നത് ആ ഒരു കൃഷിയുടെ അതായത് നല്ല രീതിയിൽ തന്നെ ഫ്ലവറിംഗ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു ഈൽഡ് കൂടാനൊക്കെ പറ്റും. അപ്പോൾ എന്തായാലും അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കണം ഇതുപോലെ നമ്മുടെ കുറ്റിപ്പയർ എന്തായാലും ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇന്ന് കാടുവെട്ടുള്ളതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇന്നലെ തന്നെ കറിക്കുള്ള സംഭവങ്ങളൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രാവിലെ നമുക്കത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലതുകൊണ്ട് തന്നെ നമുക്ക് പണി കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തലേ ദിവസം ഇങ്ങനെ ചെയ്ത് വയ്ക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മുടെ രാവിലത്തെ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ നേരത്തെ തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇനി കുറേ പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം ഉണ്ട് കേട്ടോ. അതൊക്കെ നേരത്തെ കഴിഞ്ഞുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടതിൻ്റെ താഴെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ ചേച്ചി വീഡിയോ എവിടെയാണ്. കാരണം നമ്മൾ ഇന്നലത്തെ വീഡിയോ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എവിടെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണ് ഇന്നലത്തെ വീഡിയോ ആ ഒരു കമൻറ്റ് ഇട്ട ചേട്ടൻ എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കാണാം. മിക്കവാറും സ്കിപ്പ് അടിച്ച് പോവുക അങ്ങനെ ഞാനും കണ്ടിട്ടായിരിക്കണം ചിലപ്പോൾ അങ്ങനത്തെ കുറച്ച് സംശയങ്ങളൊക്കെ വന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ കാണുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി നോക്കണം. കാരണം നമ്മളിപ്പോൾ ഒരു കണ്ടൻറ്റ് വീഡിയോ കാണാൻ ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുമ്പോണ്ടാവും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സംശയങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം നമ്മുടെ വീഡിയോസിലൂടെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയണ്ടേ. ഇത് ജസ്റ്റ് ഇന്നലെ കൂടി നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഒന്നുകൂടി പറയാട്ടോ. ആ കമൻറ്റ് ഇട്ട ചേട്ടൻ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീട് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടുത്തെ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും നമ്മുടെ വീട് ഇടുക്കിയിൽ എങ്ങാനാണോ എന്ന് തെറ്റിദ്ധാരണ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊന്നും അല്ല കേട്ടോ. പിന്നെ ഇതാ നമ്മളെ പയർ പറിച്ചുകൊണ്ടിരുന്നപ്പോഴാട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ അടുത്തൊരാൾ ഇതാ കായ്ച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ തക്കാളിയാണ്. അപ്പോൾ എന്തായാലും തക്കാളി ഇപ്പോൾ കായ്ച്ച് തുടങ്ങിയിട്ടുള്ളൂ. എന്നാലും അതിൻ്റെ ചോടൊന്നും ഞാൻ എന്താ ക്ലിയർ ആക്കി വിട്ടിട്ടുണ്ട്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ചൂട് ഇപ്പോൾ നമ്മൾ കാഴ്ച തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും അത് ക്ലിയർ ആക്കി വിടുവാണെന്നുണ്ടെങ്കിൽ കാട് വെട്ടുന്ന ടൈമിൽ അതിനെ പെട്ടെന്ന് എടുത്ത് കാണാൻ വേണ്ടി വരില്ല. അപ്പോൾ എന്തായാലും അത് വെട്ടി പോകാതിരിക്കും. കാരണം നമ്മളിങ്ങനെ പെട്ടെന്ന് കാട് വെട്ടുമ്പോൾ അത് കാട് വെട്ടുന്ന ഒരു മാസ്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് വിട്ടും. അപ്പോൾ എന്തായാലും ചിലപ്പോൾ നമ്മൾ ചെറിയ ചെടി ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കണ്ടുതൊന്നും വരില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ചൂട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ കാടും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു കാടൊന്ന് കളഞ്ഞുകൊണ്ട് തന്നെ നമുക്കിനിയിപ്പോൾ കാട് വെട്ടുന്ന ടൈമിൽ എന്തായാലും കാണുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും അതങ്ങനെ അവിടെ നിന്നോളൂ. അങ്ങനത്തെ കുറച്ച് ടൈം കൊണ്ടിരുന്നാൽ നമ്മുടെ ബക്കറ്റ് ഏകദേശം ഇതാ ഫില്ലായിട്ടുണ്ടേ. അപ്പോൾ ഇതാ പയർ പറിക്കൽ നിർത്തിയിട്ടില്ല കേട്ടോ. ഇപ്പം നമ്മൾ പോകുന്നതേ മീൻകാരൻ ചേട്ടൻ വരുന്നുണ്ട് കേട്ടോ. അതാ ഓണടിച്ച് വരുന്നുണ്ട്. ഏകദേശം നമ്മുടെ അവിടെ എത്താനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് മീൻ വാങ്ങിക്കാം കേട്ടോ. കാരണം നമുക്ക് നാളെയും പണിക്കാരുണ്ടാവും. അപ്പം നമുക്ക് എന്തായാലും മീൻ വാങ്ങിച്ച് ഒന്ന് വെട്ടി ക്ലീൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ മീൻകറി വയ്ക്കാമല്ലോ. ഇത് മീൻ ഉണ്ടാവുമെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും പോയിട്ട് നോക്കാം. അങ്ങനെ ഇതാ വന്ന് നോക്കിയപ്പോഴാണ് ഇതാ ഇത്രയും മീനേ ഇല്ല കേട്ടോ. കാരണം ഓൾമോസ്റ്റ് എല്ലാ മീനും തീർന്നു. പിന്നെ കുഴപ്പമില്ല, എന്തായാലും നമുക്കുള്ള മീനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒന്നും നോക്കിയില്ല കേട്ടോ. നമ്മളിതാ വേറൊരു മീനാണേ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ഐറ്റമിന്. അപ്പോൾ ഇതിന് നിങ്ങളുടെ നാട്ടിലേക്ക് എന്ത് പേരാ പറയാൻ നോക്കണം. അപ്പോൾ വീഡിയോ എടുക്കുന്ന അപ്പോൾ ആള് നല്ലൊരു ചീരയൊക്കെ അങ്ങ് പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മീൻ ഏതാണെന്ന് അറിയണ്ടേ? കടൽ ബലാൽ എന്ന് പറയും. ഓക്കെ.
അപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് എന്ത് പേരിലാണ് പറയാമെന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പുള്ളിയുടെ അടുത്ത് തന്നെ ആട്ടോ മീൻ വാങ്ങിക്കാറുള്ളത്. നമ്മുടെ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ഒരാളാണ്. ഒരുപാട് നാളുകളായിട്ട് നമ്മൾ ഇവിടെ തന്നെ ആട്ടോ വാങ്ങിക്കാറ്. പിന്നെ ഇതാ വാങ്ങിക്കുമ്പോൾ നോക്കി ഇതുപോലെ ആൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിനെ വെട്ടി സെറ്റാക്കി എടുത്ത് തരുന്നുണ്ട്. പിന്നെ നമുക്ക് കൊണ്ടുപോയി കറി വെക്കേണ്ട ആവശ്യമുള്ളൂ, കഴുകി കറി വെക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളതുകൊണ്ട് തന്നെ ഇതുപോലെ നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും ആ ഒരു ടൈമിൽ ഇതുപോലെ നമുക്ക് പുള്ളിയുടെ അടുത്ത് മീൻ വാങ്ങിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ട് കേട്ടോ. കാരണം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് വെട്ടി അത്രയും നല്ല സെറ്റാക്കിയിട്ട് തരുന്നതുകൊണ്ട് നമുക്കിനി എത്ര തിരക്കായാലും നമുക്ക് പോയി കഴുകി കറി വെക്കാൻ വേണ്ടി വലിയ പണിയൊന്നും ഇല്ലല്ലോ. അപ്പം എന്താ പുള്ളിതാ വെട്ടി സെറ്റാക്കുന്നില്ല. പിന്നെ മേളിൽ ഇങ്ങനെ ചെറിയ ചെറിയ ചെളുക്കിനുണ്ട്. അതുപോലെ തന്നെ അതെല്ലാം കളഞ്ഞതാ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു മീഡിയം സൈസിലാട്ടോ വെട്ടാൻ പാടില്ല. അപ്പോൾ നമ്മൾ പറയുന്ന സൈസിൽ ആൾ സെറ്റാക്കി തരും. അതൊക്കെ നമ്മൾ മീനെല്ലാം വാങ്ങി വെച്ചത് വീണ്ടും നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങിയിരിക്കും കേട്ടോ. കാരണം നമുക്ക് ഇനിയും കുറേ അധികം പയർ പൊട്ടിച്ചെടുക്കാണ്ട് ഇതാ കാട് വെട്ടലിൻ്റെ പരിപാടി ആ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് ഈ ഒരു ഏരിയയിലേക്ക് എത്തും. അപ്പോഴത്തേനും നമുക്ക് എല്ലാം ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. പരമ അതേപോലെ തന്നെ നേരത്തെ നല്ല രീതി തന്നെ മൂടി കെട്ടി ഇങ്ങനെ മഴ ഇപ്പം പെയ്യുന്നുള്ള രീതിയിൽ നിന്നെങ്കിലും ആ ഒരു മൂടിലൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. എന്നാലും പെയ്യാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ പെയ്യുന്നൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും നോക്കി നോക്കാം കേട്ടോ. മഴയ്ക്ക് മുന്നായിട്ട് നമുക്ക് എന്തായാലും പൊട്ടിച്ചെടുക്കണം. അല്ലാന്നുണ്ടെങ്കിലേ ഇപ്പോൾ തന്നെ ഇവിടെ നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. കാരണം ഇന്നലെയൊക്കെ ആയാലും മഴ പെയ്തിട്ടും പിന്നെ മഞ്ഞുതുള്ളിയൊക്കെ വീണ്ടായാലും നല്ല വെള്ളം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അട്ടയുണ്ട്. അതുകൊണ്ട് നമുക്ക് പരമാവധി നേരത്തെ തന്നെ പൊട്ടിച്ചെടുക്കാൻ വേണ്ടി നോക്കണം. നമുക്ക് ഈ ഒരു ഏരിയയിലൊക്കെ ഉണ്ട്. നമ്മൾ നടക്കുന്ന ആ ഒരു വഴിയിൽ ഫുള്ള് നമ്മുടെ കുറ്റിപ്പയറിനാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ പ്രാവശ്യം കുറ്റിപ്പയറുണ്ടായിട്ട് നമുക്ക് നന്നായിട്ടൊരു വിളവ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴായാലും നമുക്കിത് വിളവെടുക്കാൻ വേണ്ടിയായാലും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ബാലൻസ് കൂടി എടുക്കണം. അതേപോലെ തന്നെ അവിടെ നോക്കി നമ്മുടെ കാപ്പിയൊക്കെ ഇതാ മൂത്ത് തുടങ്ങിയിട്ടതാ. ആ ഒരു കാപ്പിയൊക്കെ നേരത്തെ തന്നെ പൂവിട്ട് നന്നായിട്ട് പൂത്ത് കളിഞ്ഞതായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇതാ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഉണ്ടാവുന്നതനുസരിച്ച് പെട്ടെന്ന് തന്നെ ഇതാ മൂത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീണ്ടും നമ്മളിതാ നമ്മുടെ പണിയായത് എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബക്കറ്റിലുള്ളതൊക്കെ ഞാനിതാ വീട്ടിൽ കൊണ്ടുപോയിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ബക്കറ്റിനെ അടുപ്പ് എടുത്തിട്ടുള്ളത് നമ്മൾ നടക്കുന്ന വഴി കൂടെയൊക്കെ ഫുള്ള് ഇതാ പൊട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കും കേട്ടോ. അത്രത്തോളം പയറാട്ട് ഇപ്പോഴായാലും നിറഞ്ഞിങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഇതുപോലെ കുറ്റിപ്പയർ നമ്മളിതിന് മുന്നും ഒരു 1-2 വട്ടം ഇതുപോലെ നമ്മുടെ ഏലത്തിൻ്റെ ഇടയിൽ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് നല്ല റിസൾട്ടിനെ കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും. പിന്നെ കിളികളുള്ളതിൻ്റെ ഭാഗമായിട്ട് നല്ല ഇതിന് മൂത്തേൻ്റെയൊക്കെ ഇടയിലൊക്കെ ചിലത് ഇങ്ങനെ സീഡുകളൊക്കെ ഇങ്ങനെ എന്തോ വന്ന് കഴിച്ചിട്ടുണ്ടോ. അത് മിക്കവാറും നമ്മുടെ കിളികൾ തന്നെ ആവാനുണ്ടോ ചാൻസ്. കാരണം രാവിലെ ഇങ്ങനെ കലബിലാന്ന് ബഹളം തന്നെയായിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു അലക് കണ്ടോ, അതായത് നമ്മുടെ ആ ഒരു ഏലം വെച്ച് കൊടുക്കുന്ന ടൈമിൽ ഏലം നന്നായിട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടെ അതായത് ആ ഒരു ചെറിയൊരു തട്ടയാണോ നമ്മൾ വെക്കുക. ആ ഒരു തട്ട നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നല്ല ഇതിനെ കാറ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നേരെ നിലം പതിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ അലകുകളൊക്കെ വെച്ചിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ആ ഒരു അലകിൻ്റെയൊക്കെ അവസ്ഥ നോക്കിയപ്പോൾ അതിലേക്ക് നന്നായിട്ട് ഇങ്ങനെ ചുറ്റി പടന്ന് കയറിയിട്ടിരിക്കുകയാണ്. അലക് മാത്രമല്ല കേട്ടോ, അലക് പോയിച്ചാൽ നോക്കി ഈ ഒരു സംഭവം അതായത് നമ്മുടെ ഈ ഒരു ചോളുണ്ടല്ലോ, ഈ ഒരു ചോളായാലും മുകളിലേക്ക് ഇങ്ങനെ നല്ല ഹൈറ്റിലാണല്ലോ പോണത്. അപ്പോൾ നല്ല ഹൈറ്റിൽ പോകുന്നത് തന്നെ തൊട്ട് താഴെ നിൽക്കുന്ന പയറിന് അതിലും നന്നായിട്ട് പടരാൻ വേണ്ടി ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചില ചോളങ്ങളൊക്കെ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് അങ്ങനെ പടർന്നു പോയിട്ടുണ്ട്. പിന്നെ സംഭവം എന്തൊക്കെയായാലും തട്ടി കഴിഞ്ഞാലേ ചൊറിഞ്ഞു കൊടുക്കുന്ന രീതിയിൽ നമ്മളെ ചൊറിയിപ്പിക്കുന്ന ആ ഒരു കൊടുത്തുക അഥവാ ചൊറിയണം എന്നൊക്കെ നമ്മളിവിടെ പറയാറുണ്ട്. അപ്പോൾ നല്ല അതും ഇതിൻ്റെ ഇടയിൽ കൂടെ അത്യാവശ്യം നല്ല രീതി തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇലയുടെ അടിയിൽ നമ്മുടെ ഒരു കൊടുത്തുവിടെ ഇലയുടെ അടിയിലാണെങ്കിൽ ചെറിയൊരു ഒമ്മര് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അതങ്ങാണ് നമ്മുടെ കയ്യിലോ കാലിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇങ്ങനെ നനവും മഞ്ഞുതുള്ളിയൊക്കെ ആയിട്ട് ഇങ്ങനെ നന്നായിട്ട് നനഞ്ഞ് നിൽക്കും കൂടിയാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ തട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് ചോറി കിട്ടും. അപ്പോൾ എൻ്റെ കാലിൽ കൂടെയൊക്കെ ചിലതൊക്കെ തട്ടി വലിക്കുന്നുണ്ട്. എന്നപ്പോൾ നമ്മളിപ്പോൾ ഗംബൂട്ട് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഗംബൂട്ട് ഇട്ടുകൊണ്ടിരുന്നത് നമ്മൾ ആ ഒരു സേഫ്റ്റിയിൽ നമുക്ക് എന്തായാലും ധൈര്യമായിട്ട് നടക്കണം. കാരണം ഗംബൂട്ട് തട്ടിയാലും നമുക്ക് അങ്ങനെ നമ്മുടെ കാലിലേക്ക് അങ്ങനെ തട്ടി അങ്ങനെ ചൊറിയൊന്നുമില്ല. നമ്മുടെ കയ്യിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടും. നമ്മളിപ്പോൾ താഴേക്കൊക്കെ ഇങ്ങനെ നിലത്ത് ഇങ്ങനെ മുട്ടി കിടക്കുന്ന രീതിയിൽ നമുക്ക് ഒരുപാട് പയർ നിൽക്കുന്നില്ല. അപ്പോൾ അതൊക്കെ പറിക്കാൻ പോകുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ എന്തായാലും പയർ പറിക്കാൻ വന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെയാണ് നമ്മുടെ ചോളമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ചോളം ഞാൻ ഇതുപോലെ പയർ പറിക്കാൻ വരുന്ന ഒരു ടൈമിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊളിച്ച് നോക്കാറ്, കാരണം മൂത്തോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇത് പൊളിച്ചപ്പോഴാണെങ്കിലേ ചെറുതായിട്ട് ഒരു മഞ്ഞക്കളുടെ ഇങ്ങനെ കണ്ടിടും. എന്തായെന്ന് അറിയാനൊരു ആകാംക്ഷ. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ നട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ കായിടുന്നതും കൂടുന്നതൊക്കെ കാണാൻ വേണ്ടി ഒരു പ്രത്യേക രസം തന്നെയല്ല. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് നമ്മൾ പുതു വഴി നടക്കുമ്പോഴായാലും. അപ്പോൾ നമ്മുടെ ചോളം ഇങ്ങനെ മൂത്തോ നോക്കിയിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ, അതായത് നമ്മുടെ ആവണിക്കുട്ടിക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമായിട്ട് ആൾക്ക് ചോളം ചുട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുഴുങ്ങുന്നതിനേക്കാളും ആൾക്ക് ഇഷ്ടം ചുടുന്നതാട്ടോ. അപ്പോൾ ചുട്ടിട്ട് കഴിക്കാൻ വേണ്ടി ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് എന്താണ് നമുക്ക് മൂത്തൊന്ന് ചെക്ക് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞാൽ പൊട്ടിച്ചെടുത്തിട്ടുണ്ടേ. പൊട്ടിച്ചെടുത്തെന്ന് പറഞ്ഞ കാര്യമില്ല കേട്ടോ. പൊട്ടിച്ചെടുത്താൽ പോലും നമ്മുടെ കയ്യിൽ ഇത് സേഫായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നോക്കി ഇതിൽ ഒരുപാട് ഉടുപ്പുകളാട്ടോ ഇട്ടുള്ളത്. 1-2 നോക്കി ഒത്തിരി ഉടുപ്പുകളുണ്ട്. ഇപ്പോൾ അതെല്ലാം നമ്മളിത് ഉരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നോക്കി നന്നായിട്ട് ഇതാ മൂത്തിട്ടൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം മൂത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കാണുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ലേ. അപ്പോൾ നമുക്കൊന്ന് കടിച്ച് നോക്കട്ടെ. കാരണം ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ചോളം ഇങ്ങനെ കടിക്കുമ്പോൾ കറക്റ്റ് അതിൻ്റെ ആ ഒരു ഉള്ളിലൊരു പാലുണ്ടാവില്ല. അപ്പോൾ അതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ മുകളിലേക്ക് വരുന്ന രീതിയിൽ നോക്കി കടിക്കുമ്പോഴത്തേനും അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഒരുപാട് അങ്ങനെ മൂത്തിട്ടില്ല എന്നാലിട്ട് പിഞ്ചില്ല. അപ്പോൾ ഒരു കറക്റ്റ് പരിപാടി. അപ്പോൾ എല്ലാം ഒന്നും ഈ ഒരു സ്റ്റേജിലായിട്ടില്ല. അപ്പോൾ ഇടയിൽ ഇപ്പോൾ ഇതൊക്കെ ആദ്യം ഉണ്ടായതായിരിക്കണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചുട്ടു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്തായാലും.
പിന്നെ ഇങ്ങനെയുള്ള ചോളമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചുട്ടില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ടേസ്റ്റ് അങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. പക്ഷെ നമുക്ക് ഇങ്ങനെ ചോളം കഴിച്ചിരിക്കാനുള്ള ടൈമില്ല. കാരണം നമുക്കിവിടെ ഒരുപാട് പേരിനെയും പറിക്കാൻ വേണ്ടി കിടക്കുള്ളൂ. അതുപോലെ തന്നെ കാടുവെടുത്ത ചേട്ടനാണെങ്കിൽ വെട്ടി വീട്ട് ഏകദേശം ഒരു ഏരിയയിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്നാലും അതിന് മുന്നേ നമുക്ക് ബാലൻസ് കുറച്ചുകൂടി ഉണ്ട്. അപ്പം നമുക്ക് അതുകൊണ്ട് പെട്ടെന്ന് പറിച്ചെടുക്കാം. മഴ ചതിക്കുന്നതാണ് തോന്നുന്നത്. അത് ചെറുതായിട്ട് ഇങ്ങനെ തുള്ളിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല തണുത്ത കാറ്റും കൂടി വീശുന്നുണ്ട്. അതായത് മഴയ്ക്കുള്ളൊരു കാറ്റ്, മഴയ്ക്ക് മുന്നായിട്ടൊരു കാറ്റ് വീശില്ല, ആ ഒരു എഫക്റ്റിലാണ്. അപ്പോൾ കാറ്റൊക്കെ വീശുന്നത് എന്താവോ എന്തോ, എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ചോളത്തിൽ പയർ വന്നതെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ആ ഒരു ചോളത്തിൻ്റെ ആ ഒരു കമ്പിലൂടെ നന്നായിട്ട് ചുറ്റി പടർന്ന് കയറിയിരിക്കുകയാണ്. ചോളവും പയറും ഒരേ കമ്പിൽ തന്നെ ഉണ്ടായ ഒരു അവസ്ഥയാട്ടോ ഇപ്പോൾ നിൽക്കുന്നത് കാണുമ്പോൾ. പിന്നെ നമ്മൾ ചോളമൊക്കെ ഉണ്ടായി വന്നിട്ട് കുറച്ചൊന്ന് ഹൈറ്റ് ചെയ്യില്ല, ആ ഒരു ടൈമിൽ നന്നായിട്ട് മണ്ണ് കൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ തന്നെയുള്ള ആട്ടുംകാഷ്ടം, അതുപോലെ തന്നെ ചാണകപ്പൊടി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ നമ്മുടെ പയറിനും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലാതെ നമ്മളങ്ങനെ വലിയ രീതിയിലുള്ള വളപ്രയോഗങ്ങളോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇലയൊക്കെ ഇങ്ങനെ നുള്ളി വിട്ടിട്ട്, അതായത് ആ ഒരു വെള്ളയിലേക്ക് വരുന്നൊരു തളർപ്പ് കുറച്ചൊന്നും നുള്ളി വിടും. അതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ ഹൈറ്റിൽ പോയില്ല. ഇതിപ്പോൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ചുറ്റി പടരാൻ വേണ്ടിയിട്ട് ഓരോന്നുണ്ടല്ലോ. അതുകൊണ്ടാട്ടോ അങ്ങനെ കുറച്ചങ്ങ് വളർന്ന് കയറിയിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഒരേ ലെവലിൽ തന്നെ നിന്നേനെ. ഈ ഒരു ചോളമൊക്കെ നോക്കി നല്ല ഹൈറ്റ് അങ്ങ് വെച്ച് പോയിരിക്കുവാണ്. അപ്പോൾ ആ ഒരു ഹൈറ്റ് വയ്ക്കുന്ന നിശ്ചിത ആശാനോടെ ചുറ്റി പടർന്ന് കയറാൻ വേണ്ടിയിട്ട് ഒരു മടിയും കാണിച്ചിട്ടില്ല കേട്ടോ. നല്ല രീതിയിൽ എന്താ ചുറ്റി പടർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നോക്കി ഇപ്പോഴും ഇതിൽ ഫ്ലവറിങ് ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ വെട്ടിക്കളയാനൊന്നും തോന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നല്ലൊരു വിളവ് കിട്ടുകയും ചെയ്തു. മാത്രമല്ല ഇനി നിർത്തി കഴിഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. കാരണം നമുക്ക് മെയിനായിട്ട് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്ന ഒരു കൃഷി എന്ന് പറയുമ്പോൾ നമ്മുടെ ഏലമാണല്ലോ. അപ്പോൾ എന്തായാലും ഏലത്തിന് അത് ചിലപ്പോൾ ഇനി പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ തന്നെ ഏലത്തിൻ്റെ ചില തട്ടകളുടെ ഇടയിലേക്കൊക്കെ സ്ഥാനം പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കുറ്റിപ്പേർ. അപ്പോൾ വള്ളി നന്നായിട്ടങ്ങ് സ്പ്രെഡായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു കാട് കെട്ടിൽ മാത്രം പോയായിരിക്കും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ നമ്മളതിനെ വലിച്ചിങ്ങനെ എടുക്കേണ്ടിയൊക്കെ കിട്ടും. അപ്പോൾ അത് വല്ലാത്തൊരു ടാസ്ക് ആയിപ്പോൾ. അതുകൊണ്ട് ഇനി നമുക്ക് നിർത്തിയിട്ട് എന്തായാലും കാര്യമില്ല. ഇനിയിപ്പോൾ എത്രത്തോളം കായുണ്ടെന്ന് പറഞ്ഞാൽ പോലും. അതേപോലെ നോക്കിയതാ ഈ ഒരു ഏരിയയൊക്കെ നോക്കിയാൽ നമുക്കിനി ഇവിടെ ഇങ്ങനെ പയറില്ലാത്തൊരു ഏരിയ ഇല്ല കേട്ടോ. കാരണം അത്രത്തോളം പയറട്ടോ ഈ ഒരു ഭാഗത്തൊക്കെയാണ് ഉണ്ടായിട്ടില്ല. അപ്പം എന്തായാലും നമുക്ക് ശരവടീ അങ്ങ് പറിച്ചെടുക്കാം കേട്ടോ. നോക്കി മൂത്തതും പഴുത്തതും പിഞ്ചും എല്ലാം ഒരേ കൊല്ലയിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ വിളവൊക്കെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം കേട്ടോ. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ചില കൂട്ടുകാർക്കൊക്കെ എന്ത് നട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ വലിയ രീതിയിൽ കായ്ഫലോ കാര്യങ്ങളൊന്നും ഇല്ലാതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന ആ ഒരു പണിയുടെ ഒന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ഒരു മണ്ണിൻ്റെയൊക്കെ പ്രത്യേകത കൊണ്ടൊക്കെ ആയിരിക്കണം. അപ്പോൾ മണ്ണിൽ pH കാര്യങ്ങളൊക്കെ ഒന്ന് ലെവലാവാൻ, അതുപോലെ അമ്ലത്വവും കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ആവാനൊക്കെ നമ്മൾ കക്ക മണ്ണിൽ ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിട്ട്. നമ്മൾ അതിലൂടെ ഏലത്തിൻ്റെ ഇടയിൽ കൂടെ ആയാലും ഇടയ്ക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാറുണ്ടോ കക്കയൊക്കെ. അപ്പോൾ അത് അത്രത്തോളം അടിപൊളിയായിട്ട് നമ്മുടെ മണ്ണിലേക്കൊക്കെ. പിന്നെ നമ്മൾ കക്ക ഇട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കിട്ടുന്ന, അതായത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു കക്ക, അതായത് ആ ഒരു ഷെല്ലോട് കൂടി അങ്ങനെ ഡയറക്റ്റ് മണ്ണിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി പാടില്ല. ആ ഒരു കക്ക നമ്മൾ കൊടുത്തിട്ട് നന്നായിട്ട് നീറ്റ് നല്ല രീതിയിൽ തന്നെ ഫൈൻ പൗഡറായി മാറും കേട്ടോ. കക്ക നീറ്റുന്നതിനനുസരിച്ച് അത് ഇങ്ങനെ കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാട്ടോ. കാരണം നല്ല രീതിയിൽ തന്നെ ആവിയൊക്കെ ചുറ്റിലും ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പം എന്തായാലും ആ രീതിയിൽ നന്നായിട്ട് ഫൈൻ പൗഡർ ആക്കിയതിന് ശേഷം വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി. പിന്നെ നല്ലൊരു മഴയൊക്കെ ഉള്ളൊരു ടൈമിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് പിടിക്കുകയും കൂടി ചെയ്യും കേട്ടോ. പിന്നെ നമുക്കാണെങ്കിലും ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി വേണ്ടതുകൊണ്ട് കക്കയായിട്ട് തന്നെ ഡയറക്റ്റ് വാങ്ങിക്കാറ് കേട്ടോ മാർക്കറ്റിൽ നിന്നൊക്കെ. അതിന് ശേഷം നമ്മളിവിടെ വീട്ടിൽ കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ തിളച്ച വെള്ളമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു വെള്ളം ഒഴിച്ചാട്ടോ നമ്മൾ കക്ക നിർത്താൻ പറ്റുന്നത്. ചെറിയൊരു ഷോർട്സ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ തുടങ്ങിയ ഒരു ടൈമിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ പുറയിലേക്കുള്ള വീഡിയോസ് ഒന്ന് ജസ്റ്റ് നോക്കി അറിയാൻ വേണ്ടി പറ്റുന്നതിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്യാം. അപ്പോൾ ഇതാ ബാലൻസ് ഉള്ള ആ ഒരു പയറും കൂടി ഇതാ പറിക്കലാട്ടോ. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കുറച്ചുകൂടി ഇനിയുള്ളൂ ഇനി പറിക്കാൻ വേണ്ടി. എന്നാലും ബാലൻസ് എല്ലാം ഞാൻ എന്താ പറിച്ച് തീർത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ഏറ്റിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അതിന് മുന്നായിട്ട് ഞാൻ എല്ലാം ഒന്ന് പറിക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ചാനലൊന്ന് കയറി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നത് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇഷ്ടമാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കട്ടേ കൊടുത്ത് നോക്കുക. അതേപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതൊന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ എത്തുള്ളൂ. അപ്പോൾ എന്തായാലും അതൊന്ന് എനേബിൾ ചെയ്യാനും കൂടി മറന്നു പോകല്ലേ. അപ്പോൾ എന്തായാലും കൃഷി ചെയ്യുന്ന ഒരു ടൈമിൽ ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ അതിൽ കൊണ്ടുവരാൻ വേണ്ടി വരും. കാരണം നമ്മളിനിപ്പോൾ എത്രത്തോളം എന്തൊക്കെ ചെയ്താലും ഇതുപോലുള്ള ചില പ്രശ്നങ്ങൾ കാരണം ചിലപ്പോൾ അതിൽ നല്ല രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വിളവൊന്നും ചിലപ്പോൾ കിട്ടിക്കോളുന്നില്ല. അപ്പോൾ എന്തായാലും
ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൊക്കെ നല്ലൊരു സക്സസ് ആയിട്ടുള്ളൊരു റിസൾട്ട് തന്നെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. വിളവെടുപ്പുകൾ ഒന്നും തന്നെ ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണുന്നവരെ ബൈ. എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടിരിക്കൂ.